ഒരു സദ്യയൊക്കെ കഴിഞ്ഞ് ഇല ഇങ്ങനെ വടിച്ച് നക്കി ആ ഇലയടക്കം കുത്തി കയറ്റിയാലോ എന്നുള്ളൊരു മൂഡിലായിരുന്നു എൻ്റെ അമ്മ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വയനാട് പോയ സമയത്ത് ഒരു തണ്ടലൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ച സമയമായപ്പോഴേക്കും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയപ്പം ജസ്റ്റ് ആദ്യം കണ്ടൊരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറിയതാണ് ലഞ്ച് കഴിക്കാനായിട്ട്. അപ്പം ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല ക്രൗഡഡ് ആയിരുന്നു. ഒരു 2-2:30 ആ സമയത്താണ് ഞങ്ങൾ ചെന്നത്. അത്യാവശ്യം നല്ല ക്രൗഡും ഉണ്ടായിരുന്നു. നമുക്കൊരു 20 to 25 മിനിറ്റ്സ് വരെ വെയിറ്റ് ടൈമും ഉണ്ടായിരുന്നു. ആ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരവിടെ സെർവ് ചെയ്യുന്ന ഫുഡൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഒക്കെ സ്മെല്ലും ഒക്കെ അടിച്ചിട്ട് നമുക്ക് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അവസാനം ഞങ്ങൾ 5 പേരും കൂടെ മത്തി അടിക്കിയതുപോലെ 4 പേർക്ക് ഇരിക്കേണ്ട ഒരു ടേബിളിലാണ് നമ്മൾ ഇരുന്നതും ഷടപടേന്ന് ഫുഡൊക്കെ വന്നു, എല്ലാം സെർവ് ചെയ്തു. ഒരു 10-22 കറികൾ തന്നെ ഉണ്ടായിരുന്നു സൈഡ്. എല്ലാവർക്കും സദ്യ മതി അന്നേരം. എല്ലാവർക്കും കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാവർക്കും സദ്യ തന്നെ കഴിച്ചാൽ മതി. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ട് കേട്ടോ. കുറേ വെറൈറ്റീസ് ട്രൈ ചെയ്യാനുള്ള കുറേ സാധനങ്ങളുണ്ട്. ഞങ്ങൾക്ക് പക്ഷെ അന്ന് സദ്യ കഴിക്കാൻ തോന്നിയുകൊണ്ട് ഞങ്ങൾ സദ്യയാണ് ഓർഡർ ചെയ്തത് എല്ലാവരും. അങ്ങനെ ഒരു 22 വെറൈറ്റീസ് ഓഫ് സൈഡ്സിൽ തന്നെ നമുക്ക് പാൽക്കപ്പ അടക്കം ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ സാധനം, അടിപൊളി ടേസ്റ്റുള്ള കറികളായിരുന്നു. മോരും സാമ്പാറും തൈരും രസവും അവിയലും ഇഞ്ചിപ്പുളിയും നമ്മുടെ ക്യാബേജ് തോരൻ, കാളൻ, എലിശ്ശേരി, ഓലൻ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് നമുക്കത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. സൈഡായിട്ട് നമ്മളൊരു നെത്തോലി ഫ്രൈ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നെത്തോലി ഫ്രൈ അടക്കം അതിൻ്റെ കോട്ടിങ്ങൊക്കെ, അതിൻ്റെ പുറത്തുള്ളൊരു കോട്ടിങ്ങും മസാലയും എല്ലാം തന്നെ സൂപ്പർ ടേസ്റ്റ്. നമുക്കത് ഇത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ ഇന്നേ വരെ നമ്മൾ കഴിച്ചിട്ടില്ല. ഇനി വയനാട് പോകുന്നവർ എന്തായാലും ഈ ഒരു സ്പോട്ട് ട്രൈ ചെയ്യണം. ഒത്തിരി സെലിബ്രിറ്റീസും ഒക്കെ വന്നിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആണ് ഓലൻ റെസ്റ്റോറൻറ്റ് വയനാട്.